വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ബാച്ചിലേഴ്സ് സ്പെഷ്യൽ. ബാച്ചിലേഴ്സിന് മാത്രമല്ല കേട്ടോ, ആർക്ക് ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ടുള്ള മെഴുക്ക് വരട്ടി, ആ സമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് വരട്ടി, അതായത് നമ്മുടെ ബീറ്റ്റൂട്ട് ക്യാരറ്റും ഒരുമിച്ച് ചേർത്തുള്ള മെഴുക്ക് വരട്ടി. ഞാൻ രണ്ടും സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ, പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഒരുമിച്ച് ചേർത്ത് ഉണ്ടാക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കി തന്നെ മനസ്സിലാവുള്ളൂ. ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും ഓൾറെഡി. പക്ഷേ ഉണ്ടാക്കി നോക്കാത്തവർ ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് സന്തോഷിച്ച ദിവസമായിരുന്നു. എന്താണെന്നറിയോ, ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്ന ടൊമാറ്റോ ദോശ ഞാൻ പോസ്റ്റ് ചെയ്ത് വിത്തിൻ 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് അപ്പോൾ തന്നെ ഫീഡ്ബാക്ക് തരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫേസ്ബുക്കും അതുപോലെ തന്നെ ഇൻസ്റ്റയൊക്കെ ഇങ്ങനെ ഈ ടൊമാറ്റോ ദോശ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എനിക്കത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഈ അടുത്ത കാലത്ത് ഇട്ട റെസിപ്പികളിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫീഡ്ബാക്ക് തന്നിട്ടുള്ളത് ഈ ദോശയ്ക്കായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ഫീഡ്ബാക്ക് തരുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ഒരു എനർജി, എന്താ പറയാ, ഒരു പ്രത്യേക ഒരു സന്തോഷം ഫീൽ ചെയ്യും. അപ്പൊ വീണ്ടും ഇതേപോലെ തന്നെ നല്ല നല്ല റെസിപ്പീസും അതേപോലെ ഈസി ആയ റെസിപ്പീസും കണ്ടുപിടിച്ച് ഉണ്ടാക്കി തരാനുള്ള ഒരു എന്താ പറയുക ആഗ്രഹം തോന്നും. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെ എന്റെ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ക്യാരറ്റ് ബീറ്റ്റൂട്ട് മെഴുക്ക് വരട്ടി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാരറ്റും ബീറ്റ്റൂട്ടും മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതിനെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ക്യാരറ്റ് അതുപോലെ തന്നെ ഒരു ബീറ്റ്റൂട്ട്. ഇത് വലിയ ബീറ്റ്റൂട്ടാണ് കേട്ടോ. ഇപ്പോൾ ക്യാരറ്റും ബീറ്റ്റൂട്ടും തൊലിയെല്ലാം കളഞ്ഞ് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നൈസായിട്ട് അരിയണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ എനിക്ക് ഈ റെസിപ്പി ഗ്രേറ്റ് ചെയ്യുന്നതിനേക്കാളും ഇഷ്ടം വളരെ നൈസായിട്ട് അരിഞ്ഞ് ചെയ്യുന്നതിലാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാരറ്റിനെ ഹാഫായിട്ട് അങ്ങ് മുറിക്കുക. ഓക്കെ, എന്നിട്ട് ഒരു ചോപ്പർ എടുക്കുക. ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ കായ വറുക്കുന്ന ചോപ്പറില്ലേ, ഇതില്ലേ, അതിൽ കൂടെ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ നൈസായിട്ട് അങ്ങ് അരിഞ്ഞെടുക്കാം. അതേസമയം നിങ്ങളുടെ അടുത്ത് ഇതേപോലെ ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തി ഉപയോഗിച്ചിട്ട് നൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞാലും മതി. അപ്പോൾ സമയം എടുക്കണമെന്ന് മാത്രം, പക്ഷേ ഇങ്ങനെ അരിഞ്ഞാലും പ്രശ്നമില്ല. പക്ഷെ നൈസായിട്ട് അരിയണമെന്ന് മാത്രം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പീലർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പീൽ ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതിനനുസരിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യുക. ഒരുപാട് തിക്നെസ് പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ക്യാരറ്റ് ഇതുപോലെ തന്നെ കട്ട് ചെയ്യട്ടെ. ഇങ്ങനത്തെ ചോപ്പറൊക്കെ ആണെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ. എൻ്റെ ജാൻ്റെ അമ്മയുടെയൊക്കെ ഒരുപാട് തവണ കൈ മുറിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ചെറിയ ഉള്ളിയൊക്കെ ഇതിലാണ് ചോപ്പ് ചെയ്യാറുള്ളത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളി കട്ട് ചെയ്യുന്ന പരിപാടി കഴിയും. ഇതിൻ്റെ പേര് ബ്രൂണോ എന്നാണ് കേട്ടോ. 75 ദിറംസാണ് ഇവിടെ. ലുലു എന്നാണ് ഞാൻ വാങ്ങിക്കാറുള്ളത്. നാട്ടിലേക്ക് പോകുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നതിൽ ഒരു ഐറ്റം ഇതാണ്. ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ അരിയുമ്പോൾ സ്പീഡൊന്ന് കുറയ്ക്കുക, അല്ലെങ്കിൽ കൈയിൻ്റെ ഒരു പീസ് അങ്ങോട്ട് പൊക്കോളും. അപ്പോൾ ആദ്യമായിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന കുട്ടികളൊക്കെ അരിയുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കൊക്കെ പിന്നെ അത് കൈ മുറിഞ്ഞ് ശീലമായി. അപ്പോൾ ക്യാരറ്റ് കംപ്ലീറ്റ് അരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ബീറ്റ്റൂട്ട് വേണം. ബീറ്റ്റൂട്ടിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ബീറ്റ്റൂട്ട് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു 4 കഷ്ണമായിട്ട് അങ്ങ് മുറിക്കുക. എന്നിട്ട് അതിന് ഇതേപോലെ തന്നെ. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഗ്യാപ്പ് പാടില്ല കേട്ടോ. ഗ്യാപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ബീറ്റ്റൂട്ടും അരിയുക. നല്ല കളറുള്ള ബീറ്റ്റൂട്ട് ആണെങ്കിൽ നന്നായിരിക്കും. അതിന് ചെറിയൊരു മധുരം ഉണ്ടാവും. അപ്പോൾ ബീറ്റ്റൂട്ടും ക്യാരറ്റും അരിഞ്ഞിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് കേട്ടോ. വളരെ നൈസായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. തിക്നെസ് കൂടുതലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ തിന്നാണെങ്കിലാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുക. അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവനിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുക്കറിലാണെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ. അതുമല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് താല്പര്യം അതനുസരിച്ച് ചെയ്തോളൂ. ഞാനിപ്പോൾ ഇവിടെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഓവനിലാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മുടെ ക്യാരറ്റും അതുപോലെ തന്നെ ബീറ്റ്റൂട്ടും ഇട്ട് കൊടുക്കാം. നിങ്ങളിപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്തതാണെങ്കിലും സെയിം പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പിടും എപ്പോഴും ശ്രദ്ധിക്കണം, ഒരുപാട് അങ്ങ് കൂടാൻ പാടില്ല. പിന്നെ ഇതിൽ തന്നെ അത്യാവശ്യം വെള്ളമുള്ള വെജിറ്റബിൾസ് ആണ് ക്യാരറ്റും ബീറ്റ്റൂട്ടും. പക്ഷേ ഒരല്പം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരല്പം മാത്രം മതി കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാവും. നമുക്കിത് മിഡിലിൽ കുറച്ചൊരു കുഴി കുഴിക്കാം. അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 8 മിനിറ്റ് ഹൈ പവറിൽ ഓവനിൽ വേവിക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്താണ് താല്പര്യം, കുക്കറിൽ വെച്ചിട്ടാണെങ്കിൽ കുക്കറിൽ വേവിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പാത്രത്തിൽ അടച്ചു വെച്ച് വേവിക്കാം. ഓക്കെ, അപ്പോൾ 8 മിനിറ്റ് ഓവനിൽ കുക്ക് ചെയ്തിട്ട് ഞാൻ കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ടും ക്യാരറ്റും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓവനിൽ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാള അരിഞ്ഞെടുക്കണം. സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ബാച്ചിലേഴ്സിന് വേണ്ടി ആയതുകൊണ്ട് സവാളയാണ് ഉപയോഗിക്കുന്നത്. ഇതേപോലെ നീളത്തിൽ നൈസായിട്ട് അങ്ങ്
അരിഞ്ഞെടുക്കാം. കട്ടിംഗ് ബോർഡ് വെച്ച് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അരിയുന്ന പോലെ അരിയണ്ട, കൈ മുറിഞ്ഞു പോകും. അപ്പോൾ 2 ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സവാള വേണം കേട്ടോ, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. മാത്രമല്ല മെഴുക്ക് പുരട്ടിയുടെ ക്വാണ്ടിറ്റിയും കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സവാള ഇത്ര ഉപയോഗിക്കുന്നത്. 2 സവാള അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 4 പച്ചമുളകാണ്. 4 പച്ചമുളക് ഇതേപോലെ തന്നെ നെടുകെ കീറുക. എരിവുള്ള പച്ചമുളകാണ് കേട്ടോ ഇത്. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്പൈസ് ലെവൽ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ 4 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് അങ്ങ് മുറിച്ചിട്ട് കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടായി വെക്കുക, ഒന്ന് ചൂടാവട്ടെ. അതിലോട്ട് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നാടൻ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അതേസമയം നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഒലിവ് ഓയിലോ അതേപോലെ തന്നെ വെജിറ്റബിൾ ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അതിലോട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് നല്ലതായിട്ടൊന്ന് വാടി വരണം. ആ സമയത്താണ് നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടും ക്യാരറ്റും ചേർത്ത് കൊടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇത് ഒരിക്കലും വാട്ടരുത്, കാരണം പെട്ടെന്ന് തന്നെ അതങ്ങ് കളർ മാറിപ്പോവും, ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് മാറില്ല. ഇന്ന് വാടുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവാൻ പാടില്ല. നമുക്കിതിലോട്ട് ഒരു അല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി വെജിറ്റബിൾസ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിലേക്ക് അല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായി വാട്ടിയെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിലോട്ട് ഇഞ്ചി വേണമെങ്കിൽ ഇഞ്ചി ചേർക്കാം, അതുപോലെ തന്നെ വെളുത്തുള്ളി വേണമെങ്കിൽ വെളുത്തുള്ളിയും ചേർക്കാം കേട്ടോ. പക്ഷേ എനിക്കത് താല്പര്യമില്ലാത്ത കാരണമാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അതെന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സവാള അത്യാവശ്യം വാടിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു കളർ ചേഞ്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീറ്റ്റൂട്ടും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കളർഫുൾ അല്ലേ? കറക്റ്റ് വെള്ളമായിരുന്നു കേട്ടോ. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ക്യാരറ്റ് ചേർത്തിട്ടുണ്ടെങ്കിലും ബീറ്റ്റൂട്ടിൻ്റെ കളർ വന്നു ക്യാരറ്റിന് അല്ലേ. അവർ രണ്ടുപേരും ഭയങ്കര കൂടിപ്പോയി, ഒരുമിച്ചായിപ്പോയി. അപ്പോൾ നമുക്ക് ക്യാരറ്റ് ഏതാണ് ബീറ്റ്റൂട്ട് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലായി പോയി. സാറില്ല, അവർ നല്ല ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. പക്ഷേ ഇതിൽ കിടന്ന് ഒരു 5 മിനിറ്റോളം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴാണ് എല്ലാവരും കൂടി ഒന്ന് മിക്സ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അല്പം മുളക് പൊടി നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ അങ്ങ് തൂക്കി കൊടുക്കണം. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. ഉപ്പൊക്കെ കറക്റ്റാണ്. ഒന്നും കൂടെ ആവാനും ഉണ്ട് കേട്ടോ. നന്നായിട്ടൊരു ഇതുവരെ യോജിപ്പായിട്ടില്ല ഇവർ തമ്മിൽ. ജസ്റ്റ് ഒന്ന് കണ്ടുമുട്ടിയിട്ടല്ലേ ഉള്ളൂ, സമയം പിടിക്കും. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ ഇട്ടതിന് ശേഷം ഒരു അല്പം മുളക് പൊടി തൂക്കി കൊടുക്കാം. കയ്യിലെടുത്തിട്ട് തന്നെ മതി കേട്ടോ. ഒരു 2 നുള്ള് എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ അല്പം കൂടെ വെളിച്ചെണ്ണ ആവാം. ഞാൻ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഉപ്പൊക്കെ നിങ്ങൾ നോക്കണം. കുറച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നോക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. ഞാൻ കൈ വാഷ് ചെയ്യാൻ പോയതാണ്. ആ കൈയും വെച്ചിട്ട് മൂക്കെങ്ങനെ ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈശ്വര, അതാവേ ഞാൻ ഇടയ്ക്ക് എനിക്ക് പറ്റാറുള്ളതാണ്. ഇവിടെ പച്ചമുളകൊക്കെ അരിഞ്ഞതിന് ശേഷം മുഖത്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും. അപ്പോൾ എനിവേ ഇത് നന്നായിട്ട് ഒന്ന് വാടട്ടെ കുറച്ചും കൂടെ. നല്ല വാസനയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ആവാറായിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യുന്നേക്കാളും തൊട്ട് മുൻപ് 1 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലോട്ട് അങ്ങ് മാറ്റാം. അതിന് ശേഷം 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തതിന് ശേഷം അങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓഫ് ചെയ്യാം. ഞാൻ ടേസ്റ്റ് നോക്കാൻ മറക്കരുത്. സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഒരു ചെറിയൊരു മധുരപ്പ് ഉണ്ടാവും ഈ ബീറ്റ്റൂട്ടിൻ്റെയൊക്കെ. ക്യാരറ്റിനും ബീറ്റ്റൂട്ടിനും ചെറിയൊരു മധുരമല്ലേ. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളതിൽ ചേർക്കേണ്ട മുളകിൻ്റെ എണ്ണം തീരുമാനിക്കാൻ. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിൽ കിട്ടുന്ന പച്ചമുളകിൻ്റെ എരിവനുസരിച്ചും മുളക് പൊടി അനുസരിച്ചും എരിവ് നിശ്ചയിക്കാൻ മറക്കരുത്. അപ്പോൾ അതാ ഞാൻ ഓഫ് ചെയ്യണം കേട്ടോ. ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടുണ്ട്. എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. അവർ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അസലായിട്ടുണ്ട്. ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നേരത്തേക്ക് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ 3 കഴിക്കാറാകുമ്പോഴേക്കും അസലായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ഈ മെഴുക്ക് പുരട്ടി ഉണ്ടെങ്കിൽ പിന്നെ ചോറിൻ്റെ കൂടെ വേറെ ഒന്നും ആവശ്യമില്ല. ഇച്ചിരി തൈരും അതേപോലെ പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ കുശാലായി, ഇല്ലെങ്കിലും നന്നായിരിക്കും. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം കൊണ്ടുവരാം. ഓക്കെ, ഇതാ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇതൊരു 3 പേർക്കുള്ള അളവായിരിക്കും കേട്ടോ ഈ മെഴുക്ക് പുരട്ടി. ഇതിപ്പോൾ പയറ് വറക്കുമ്പോഴത്തെ കാര്യം പറഞ്ഞ പോലെ അങ്ങ് ചെറുതായി വരും, അതായത് ചുരുങ്ങി വരും. അപ്പോൾ ഇത്രയും കൂടുതൽ നമുക്ക് ആദ്യം തോന്നിയിരുന്നെങ്കിൽ പോലും വാടി വന്നപ്പോൾ കുറച്ചേ ഉള്ളൂ. 3 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അളവാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവ് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഫൈനലായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. അടിപൊളിയാണെന്ന് എനിക്കറിയാം, എന്നാലും ചോറുണ്ടെങ്കിൽ കുശാലായി. ചോറായിട്ടില്ല. പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടേസ്റ്റി ആയിട്ടുള്ള സമയം ഈസി ആയിട്ടുള്ള മെഴുക്ക് പുരട്ടി തയ്യാറാക്കി ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളി ആയിട്ടുള്ള സമയം ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. കഴുത്ത് വേദന കുറവുണ്ടോ? കുറഞ്ഞു.
മരുന്ന് ഏൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അന്നൊരു ചായ കേട്ടോ. നേരെ പറഞ്ഞാൽ മതി വീണ എനിക്കൊരു ചായ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അല്ല ഇതൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പോയി ഉണ്ടാക്കാന്ന് വെച്ച് ചോദിച്ചാണ്. എന്തൊരു നല്ല കെട്ടിയവരാണ്. ഞാനിങ്ങനെ എല്ലാം വളരെ What is this weirdo? It's not weird about it. It's about struggle. No, it's a gold hand. Who is it? ആ മുന്തിരി എടുത്തിട്ടോ. എന്തിനാ നോക്കോടീന്ന്? എന്തെങ്കിലും കിട്ടണ്ടേ? എന്റെ ഉള്ളത് മുഴുവൻ നാട്ടിലെ വീഡിയോസാ. ഇവിടെ വന്നിട്ട് ഞാൻ ഒന്ന് തട്ടി പിടിപ്പിച്ചിരുന്നില്ലേ ബ്ലോഗ് ആയിട്ടാ മോളെ കൊറേ ഇരിപ്പുണ്ട്. വയ്യ മോളെ അതിപ്പോ എങ്ങനെ എന്ത് ഇതിലിടുന്നു എനിക്കറിയില്ല. അതുകൊണ്ട് അവിടെ വെച്ചേക്കാം. എപ്പോഴെങ്കിലൊക്കെ നോക്കിടാ. ന്യൂ പ്രിന്റർ വന്നോ?